നമ്മുടെ ചുറ്റും നടക്കുന്ന നല്ലൊരു തീമിനെ നല്ല കിടിലനായിട്ട് പ്രസന്റ് ചെയ്ത ഒരു ഫീൽ ഗുഡ് സീരീസ് തന്നെയാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ജിയോ സ്റ്റാറിൽ ഇപ്പോൾ ഈ സീരീസ് അവൈലബിൾ ആണ്. ടോട്ടൽ ഒരു 6 എപ്പിസോഡ്സേ ഉള്ളൂ. ഒറ്റ വാച്ചിൽ തന്നെ നമുക്ക് ഒരൊറ്റ ഇരിപ്പിൽ തന്നെ കണ്ടു തീർക്കാവുന്ന ഒരു നല്ലൊരു സീരീസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ്, അതായത് ജീവിതത്തിലത്തെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. ഇപ്പം നമ്മൾ കുട്ടിക്കാലം തൊട്ട് എന്തെങ്കിലുമൊക്കെ വരച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു വീട് എന്തായാലും വരയ്ക്കാത്തവർ വളരെയധികം കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലം തൊട്ട് നമ്മുടെ മനസ്സിൽ കയറിപ്പറ്റുന്ന ആ ഒരു സ്വപ്നത്തെ വലിയ രീതിയിൽ നോക്കി കാണുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലത്തെ ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ ലൈഫിലത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അതെ ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള പല സംഭവങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. അറ്റ് എ ടൈം വീടിന്റെ പണിയും റിലേഷൻഷിപ്പും, ഈ രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ ആൾ നേരിടേണ്ടി വരുന്ന ചില സംഭവങ്ങളാണ് ഈ ഒരു സീരീസ് ഓഫർ ചെയ്തിട്ടുള്ളത്. അതിന്റെ എടുത്തു പറയേണ്ടത് ഇതിലത്തെ പെർഫോമൻസ് തന്നെയാണ്. നീരജ് മാധവ് ആൻഡ് അജു വർഗീസ്. ഈ അജു വർഗീസിന്റെ ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞ പെർഫോമൻസ് വൈസ് സ്കോർ ചെയ്തതെന്ന് തോന്നി. ആ ഒരു പത്മരാജൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ഒരു ഓരോ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നതും ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നല്ല രസമായിട്ട് തന്നെ ഡെലിവർ ചെയ്തു അജുവിന്റെ ആ ഒരു ക്യാരക്ടർ. നീരജ് മാധവന്റെ ആ ഒരു ക്യാരക്ടർ ഈ ഒരു ഓട്ടപ്പാച്ചിന്റെ ഇടയിൽ ചില സമയത്തൊക്കെ പെട്ടുപോകുന്ന ചില അവസ്ഥകൾ, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചു പോകുന്ന ചില അവസ്ഥകളും ഇമോഷണലി സ്ട്രക്ക് ആയിട്ടുള്ള ചില അവസ്ഥകളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മളും അനുഭവിച്ചിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലേ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രയും ഒരു എന്താ പറയാ നൈസായിട്ട് തന്നെ ചില സീനുകളൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളൊരു ടെൻഷൻ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അയ്യോ ഇതൊക്കെ നമ്മൾ എത്ര തവണ നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ആൻഡ് സെനാറിയോസ് ഈ സീരീസിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സീരീസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നുന്നു നമ്മുടെ നെയ്ബർഹുഡിൽ തൊട്ട അയൽപക്കത്ത് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രയും ഒരു സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ പോക്ക്. ഓരോ എപ്പിസോഡ്സ് ഒക്കെ ഒരു അരമണിക്കൂർ 25 to 30 മിനിറ്റ്സ് ഡ്യൂറേഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഇരിപ്പിൽ തന്നെ കണ്ടു തീർക്കാവുന്ന നല്ലൊരു സീരീസ് തന്നെയാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു സിമ്പിൾ തീമിനെ എടുത്തിട്ട് വളരെയധികം നൈസായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത ഇതിന്റെ ഹോൾ മേക്കേഴ്സിന് വേണം നല്ലൊരു നന്ദി പറയാൻ. പ്രത്യേകിച്ച് ഈ സീരീസിന്റെ ഡയറക്ടർ ആൻഡ് റൈറ്റർ ആയിട്ടുള്ള വിഷ്ണുജി രാഘവ്, അദ്ദേഹം നല്ലൊരു വർക്ക് തന്നെയാണ് ചെയ്തു വെച്ചിട്ടത്. ഇനിയും ഇതുപോലുള്ള നല്ല വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് മറ്റുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അജു ആൻഡ് ലിസി, ആ ഒരു ക്യാരക്ടർ ലിസി ആൻഡ് പത്മരാജൻ, ഇവരുടെ രണ്ടുപേരുടെയും കോംബോ സീൻസ് ഒക്കെ നൈസായിരുന്നു. അതായത് ഇതിലത്തെ ചില സോങ് സീക്വൻസ് ആയാലും അതെ, അതുപോലെ ആ ഒരു സ്മൂത്ത് ആയിട്ട് ആ ഒരു സീനെ കൊണ്ടുപോയിട്ടുള്ള ഇവരുടെ ആ ഒരു കെമിസ്ട്രി ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. റിലേഷൻഷിപ്പിലുള്ള ചില റിമൈൻഡേഴ്സും അതുപോലെ തന്നെ ലൈഫിലത്തെ ചില റിമൈൻഡേഴ്സും ഓഫർ ചെയ്യുന്ന നല്ലൊരു സീരീസ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. സോ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.